ചാത്തൻ സേവ ഒരു കാലത്ത് ജനങ്ങൾക്ക് ഭയവും ദുരിതവും വിതച്ച ഒന്നായിരുന്നു. അതിന്റെ കാരണക്കാരൻ ചാത്തനായിരുന്നില്ല. ചാത്തൻ സേവകർ എന്ന പേരിൽ പ്രത്യക്ഷമായിട്ടുള്ള ആളുകളുടെ കപടതയും കാപട്യവും ദുരിതവും ക്രൂരതയും കൊണ്ട് സമൂഹം ചാത്തനെ വെറുത്തതാണ്. ചാത്തൻ സേവയെ വെറുത്തതാണ്. വിഷ്ണുമായ എന്ന ഒരു പുതിയ രൂപത്തിലേക്ക് മാറുന്നത് വരെയും ചാത്തൻ സേവ സമൂഹത്തിൽ ഭയം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതിന്റെ കാരണക്കാര് ചാത്തനല്ല, മറിച്ച് ചാത്തൻ സേവകർ എന്ന പേരിൽ വ്യാജരായിട്ടുള്ള അനേകരുടെ ക്രൂരമായിട്ടുള്ള ചില കൃത്യങ്ങളും പ്രവൃത്തികളും സമൂഹത്തിന് ദുരിതമായപ്പോഴാണ് ചാത്തന് ഈ ദുഷ്പേര് വീണത്. വീണ്ടും ആ കാലഘട്ടം ആവർത്തിക്കുന്ന ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത്തരം ആളുകളിൽ പോയി അബദ്ധം പറ്റിയ ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഇനി വരാൻ പോകുന്ന ദുരിതത്തിന്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ സാധിക്കാനുള്ള ഒരു ദുരിതത്തിന്റെ ഫലമില്ലാതെയാക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നാട്ടിലെ ടെറസും കാർഷെഡും പശുത്തൊഴുത്തും കുളിമുറിയും വരെ വിഷ്ണുമായ ക്ഷേത്രമായി രൂപാന്തരപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. തുള്ളലും പറച്ചിലും ഭജനയും കൊട്ടും പാട്ടും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചാത്തൻ സേവകരുടെ നിറഞ്ഞാട്ടവും വിളയാട്ടവുമാണ് കാണുന്നത്. യാതൊരു വിധത്തിലുള്ള പിന്മുറയും ഇല്ലാതെ, ആധികാരികമായി പഠിക്കുകയോ ചെയ്യാതെ, ഏതെങ്കിലും ഗുരുവില്ലാതെ കാണുന്നവരും കണ്ടവരും കൂലിവേലക്കാരും എല്ലാവരും പണമുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒന്ന് ചാത്തൻ സേവ എന്ന, അല്ലെങ്കിൽ വിഷ്ണുമായ സേവ എന്ന ഒരു കുതന്ത്രമാണ്. അവർ കാണിച്ചു കൂട്ടുന്ന അവരുടെ റീലുകളും മറ്റും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞ സമയമാണ്. ഇത് കണ്ട് ഭ്രമം തോന്നി പുതിയ ആളുകൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഇതുകൊണ്ട് ഭ്രമം തോന്നി പല ആളുകളും അവരുടെ സഹായത്തിനായിട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്ത് കൊള്ളുക, ഇതിന്റെ പിന്നിൽ നിങ്ങളെ ബാധിക്കാൻ പോകുന്ന, നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് നിങ്ങൾ ഈ സമയത്ത് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഭക്തരുടെയും മറ്റും ആവശ്യപ്രകാരം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ഇത്തരക്കാരുടെയൊക്കെ പോകുന്നുണ്ട്. അവരുടെ ആഭരണങ്ങളും വിഭൂഷണങ്ങളും അവരുടെ ജീവിത സൗകര്യങ്ങളും കണ്ട് ഭ്രമം തോന്നിയിട്ടാണ് പല ആൾക്കാരും അങ്ങോട്ട് ഓടിപ്പെടത്തി പോകുന്നത് എന്നതിന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അവർ പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ ഒരു രാജപ്പാട്ട് വേഷമൊക്കെ കെട്ടിയിരിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരൊക്കെ പോയാൽ എനിക്കുമൊക്കെ ഇങ്ങനെ ആകാൻ സാധിക്കുമെന്നൊക്കെ ആയിരിക്കും പല ആൾക്കാരുടെയൊക്കെ ഒരു തോന്നൽ. എന്നാൽ അനേകം വിഷ്ണുമായ ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആശ്രയമായിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളുള്ള ഒരു ഭൂമി കൂടിയാണ് കേരളം. അവിടെ ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാതെ, അവിടെ നിങ്ങൾ കരഞ്ഞ് ഓടിച്ചെന്ന് ബുദ്ധിമുട്ടി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് തന്നെ നിങ്ങളുടെ പലതരുടെയും ബുദ്ധിമുട്ടുകൾ മാറുകയും പല നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള അനേകം നല്ല വിഷ്ണുമായ സാധകന്മാര് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മധ്യ കേരളവും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളും ഒക്കെ തന്നെ. എന്നാൽ ഇതിന്റെ കോപ്പി, സെറോസ് കോപ്പിയുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള പല ആളുകളും കാട്ടിക്കൂട്ടുന്ന റീലുകളും, അല്ലെങ്കിൽ അവർ കാണിച്ചു കൂട്ടുന്നത് കണ്ട് ഭ്രമം തോന്നിപ്പോകുന്ന ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇതൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ കരുശക്തി എന്നും പറഞ്ഞും അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ പേരിലും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകൾ ഓർക്കുക, ഇത് വിഷ്ണുമായയുടെ ചൈതന്യമല്ല നിങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നത്. ഇത്തരത്തിൽ തുള്ളിപ്പറയുകയും തുള്ളുന്നവരുമൊക്കെ വിഷ്ണുമായ ദേഹത്ത് കൂടി എന്ന് പറയുന്നത് ഏറെക്കുറെ മിക്ക ആളുകളുടെയും കാപട്യമാണ്. എന്നാൽ പാരമ്പര്യമായി ഇതൊക്കെ ചെയ്യുന്ന അനേകം കുടുംബക്കാരെ എനിക്കറിയാം. അവരൊക്കെ വളരെ സത്യസന്ധമായി, നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി സേവ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ നാട്ടുകാരെ ഭ്രമിപ്പിക്കാനായിട്ടുള്ള ഒന്നും ചെയ്യില്ല. അവർ സാധന അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഇതുപോലെ വിഷ്ണുമായ ചാത്തനൊക്കെ തുള്ളിപ്പറയുന്ന സ്ഥലങ്ങളുണ്ട്, ചില കുടുംബങ്ങളുണ്ട്, പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. അവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ ആമുഖമായി പറയട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന കള്ളും മഞ്ചും കോഴിയും കൊഞ്ചും ഒക്കെ വെച്ച് അതെല്ലാം കഴിച്ച് തുള്ളിപ്പറയുന്നവരും വടിയെടുത്ത് ആടുന്നവരും രാജപ്പാട്ട് വേഷം കിട്ടുന്നവരും ഒക്കെ അവരങ്ങനെ തുള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഒന്നെങ്കിൽ അത് വ്യാജമാണ്, അല്ലെങ്കിൽ ചില പ്രേതാരാധനയുടെ ഭാഗമായും ഇത്തരം ആളുകളുടെ ദേഹത്ത് പ്രേതം കടാക്ഷം കൊണ്ട് തന്നെ തുള്ളുന്നുണ്ട്.
ഈ തുള്ളി പറയുന്നത് വിഷ്ണുമായയാണ്, ചാത്തനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അനുസൃതമായി ജീവിതത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒന്ന്, നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രേത ആരാധനയുടെ ഭാഗം, അല്ലെങ്കിൽ പ്രേത ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള നിഗൂഢമായ ആരാധന ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വളരെ വർഷങ്ങളായി ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ അടുക്ക വന്നിട്ടുള്ള ആൾക്കാരും എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ അറിയാം ഞാൻ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ തരത്തിലാണ് മുമ്പോട്ട് പോകണതെന്ന്. എൻ്റെ ശിഷ്യന്മാർക്കറിയാം. അനേകരെ ഞാൻ പഠിപ്പിക്കുകയും അവരുടെ കുലാചാരം, പൂർവികമായ കുലാചാരം അനുഷ്ഠിക്കാനും അതിൽ വീണ്ടും തുടർന്നു പോകാനും ഒക്കെ സഹായിക്കുന്ന, ലോകത്ത് എല്ലായിടത്തും വിഷ്ണുമായ ക്ഷേത്രങ്ങളും സാധകരൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്ന കാര്യം എന്നെ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പിന്നിലുള്ള മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അവിടെ നിന്ന് തരുന്ന കരിശക്തി എന്ന് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും മേടിച്ചിട്ട് അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പണം ഇട്ട് വയ്ക്കുക, പണം നിറയുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവരിക എന്നാണ്. ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാവും. ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആദ്യം തോന്നുന്ന ഒരു ഭ്രമത്വം ഉണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ഭ്രമത്വം നിങ്ങൾക്കും പിടിപെടും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നും ഒരു ശാന്തിയും സമാധാനവും ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കരുതുകയും പിന്നെ ഇത് തുടരുകയും ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഉള്ളതുകൂടെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്ക് പോയി കൂപ്പുകുത്തി വീഴുന്നത്. അത് നിങ്ങൾ മാത്രമല്ല വീഴുക, പലപ്പോഴും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ കുടുംബവും ഒക്കെ ഇതിൻ്റെ ഒരു നീരാളിപ്പിടുത്തത്തിൻ്റെ കീഴിലേക്ക് പോയി എത്തപ്പെടാറുണ്ട്. പിന്നെ കരകയറുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇവരെ തന്നെ ആശ്രയിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഇവർ വലിയ തുക നിങ്ങളോട് ചോദിക്കുന്നത്, അല്ല ഇതിൽ നിന്ന് പോകാൻ വിമുക്തരാകാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു വലിയ തുക ചോദിക്കുന്നത്, നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാതെ വരികയും നിങ്ങൾ ആത്മഹത്യയുടെ വക്കോളോ എത്തുന്ന ഒരവസ്ഥ വരികയും പിന്നീട് ഒരുപാട് ഗുരുനാഥന്മാരെ പോയി കണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ചിട്ടാണ് നിങ്ങളൊക്കെ തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അതിൽ പിന്നിൽ ഇവരുടെ പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടിട്ടുള്ള പല ആളുകളുടെയും പ്രേതാരാധന ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ വിചാരിക്കണം. എല്ലായിടത്തുമല്ല, ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിഗൂഢമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ചിലരോട് ചോദിച്ചാൽ നിങ്ങൾക്കത് പറഞ്ഞു തരും. അതെൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളിലുമുണ്ട്. പലയിടത്തെയും പിന്മുറ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്തുണ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഇവരുടെ പ്രേതാരാധനയുടെ ഭാഗമായിട്ടൊക്കെയാണ് എന്ന് ഈ താന്ത്രിക മേഖലയെക്കുറിച്ചും ഈ മലബാരത്തെക്കുറിച്ചും ഒക്കെ പലപ്പോഴും ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരിടത്ത് നിങ്ങൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകരുതെന്ന് ഞാൻ ഒരു കാലത്തും പറയില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ അത് ആധികാരികമായി സാധന ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ള ആളുകളോ പാരമ്പര്യമായി സാധന ചെയ്യുന്ന ആളുകളോ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ പോയി നിങ്ങളുടെ പ്രശ്നം രാശി വെച്ച് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾക്ക് ഇത്തരം കർമ്മങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാൻ. അല്ലാതെ ഈ ഓടിച്ചെന്ന് അങ്ങ് തന്നെ അവർ പറയുന്ന തുക നിങ്ങൾ കൊടുത്ത് അബദ്ധങ്ങളിൽ ചാടിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഈ വിഷ്ണുമായ യഥാർത്ഥ സേവകർ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം കൂടിയാണ് ഇത് ജനങ്ങളിലേക്ക് സത്യാവസ്ഥ എത്തിക്കണം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സത്യം നിങ്ങളിലൂടെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഈ വീഡിയോയുടെ കീഴിൽ വന്ന് എന്നെ കമൻ്റൊക്കെ ഇട്ട് ചീത്ത വിളിച്ച് വായടപ്പിക്കാമെന്ന് ഒരുത്തരും തിരികണ്ട. അങ്ങനെയൊന്നും വായടക്കുന്ന വ്യക്തിയല്ല ജയകുമാർ ശർമ്മ എന്നുള്ളത് എന്നെ അറിയാവുന്ന ആളുകൾക്കറിയാം. മറ്റൊരു കാര്യം, ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആരെങ്കിലും ഉഡായിപ്പുകാരെയും തട്ടിപ്പുകാരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാദരം നിങ്ങളോട് യാതൊരു ക്ഷമയും ചോദിക്കണില്ല. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള ആളുകൾ സാധന ചെയ്യുക, ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ എടുത്ത് സാധന ചെയ്ത് ആ മന്ത്ര സിദ്ധി നേടി ഭഗവാന്റെ വിധാനത്തോടുകൂടി പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാതെ തന്നെ ധനം ഉണ്ടാക്കാൻ സാധിക്കും. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും തരും. അല്ലാതെ ദുരിതം പിടിച്ചവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ പോയാൽ ആ പണം നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കില്ല എന്ന് അവരോട് ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്തേ. Like, share, subscribe.